എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും ഓണത്തിൻ്റെ ആലസ്യത്തിലൊക്കെയാണ് എന്നറിയാം. എഴുന്നേറ്റവർക്കൊക്കെ വേണ്ടി നമ്മൾ ഇന്നത്തെ ഫലം പറയുകയാണ്. ഇന്ന് 1201 ആണ്ട് ചിങ്ങമാസം 21 തീയതി, ഇംഗ്ലീഷ് മാസം 6/9/2025. ഇന്ന് ശനിയാഴ്ചയാണ്. ശനിയാഴ്ച പൊതുവെ ആലസ്യത്തിൻ്റെ ദിവസമാണ്, അവധി ദിവസമല്ലേ. അതുകൊണ്ട് ശനി തന്നെ ആലസ്യത്തിൻ്റെ സിമ്പലാണ്. ശനി ഔട്ടർ ഓർബിറ്റിൽ സഞ്ചരിക്കുന്നതുകൊണ്ട് വളരെ സാവകാശത്തിലാണ് കറങ്ങിയെത്തുന്നത്. അതുകൊണ്ടാണ് ശനൈഹി ചരഹ എന്ന് ശനിയെ വിശേഷിപ്പിക്കുന്നത്. ശനി സ്ലോ വാക്കർ എന്നാണ് അതിൻ്റെ അർത്ഥം. ശനൈശ്ചര എന്ന് ശനിയെ പെട്ടെന്ന് ഒറ്റ വാക്കിൽ വിളിക്കുന്നു. ശനി എന്ന് പറയുന്നൊരു ഷോർട്ട് ഫോമാണ്. ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന ആളെ ഉണ്ണി എന്ന് വിളിക്കുന്നത് പോലെ. അപ്പോൾ അങ്ങനെ നമ്മുടെ ശനിയാഴ്ചയാണ് ഇന്ന്. ശനിയാഴ്ച ശനിയുടെ ആദ്യത്തെ ഓരയുടെ അവകാശി ശനിയാണ്. അത് കഴിഞ്ഞ് ഓരോ ഹോര അടുത്തടുത്ത് വരുന്നുണ്ട്. ഹോര എന്ന് പറഞ്ഞാൽ മുഹൂർത്തമാണ്. താൽക്കാലികമായി നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന ഒരു മുഹൂർത്തമാണ്. ആ വിഷയത്തെക്കുറിച്ച് നമുക്ക് ഇന്ന് സംസാരിക്കാം. ആദ്യമായി നമുക്ക് നമ്മുടെ ദിവസഫലം നോക്കാം. മേടക്കൂറുകാർക്ക് ഇന്നത്തെ ഫലം എങ്ങനെയാണെന്ന് നോക്കാം. മേടക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് അശ്വതി, ഭരണി, കാർത്തികകാലം. ഈ നക്ഷത്രക്കാർക്ക് അല്ലെങ്കിൽ ഈ കൂറുകാർക്ക് ഇന്ന് വളരെ അനുകൂലമായൊരു ദിവസമായിരിക്കും. പ്രതീക്ഷകളുടെ ദിവസമാണ്. ദൂരയാത്രയ്ക്കൊക്കെ പോയിരിക്കുന്നവർക്ക് ചില യാത്രാക്ഷീണങ്ങൾ ഒഴിച്ചാൽ മറ്റ് ബുദ്ധിമുട്ടുകളൊന്നും കാണുന്നില്ല. എന്നാൽ ചില മാനസിക ക്ലേശങ്ങൾ, നമ്മെ ആരോ പറ്റിക്കുന്നു എന്നൊക്കെ ഒരു ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഒരു സംശയമുണ്ടായിട്ട് നമ്മൾ മാനസികമായി കുറച്ച് വിഷമിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു ദിവസമാണ് ഇന്ന്. കൂടാതെ നമുക്കിന്ന് ആഹാരമൊന്നും ശരിയാകാതെ ആഹാരത്തിൻ്റെ ഇതുകൊണ്ട് കേടുകൊണ്ടോ അല്ലെങ്കിൽ വ്യത്യസ്തമായ ആഹാര രീതി കൊണ്ടോ ഒക്കെ ചില അസുഖങ്ങളൊക്കെ വന്ന് പിടിപെടാനൊക്കെ സാധ്യതയുണ്ട്. അലർജി ഉള്ളവർ വളരെ ശ്രദ്ധിക്കുക. എല്ലാ വിഭാഗക്കാർക്കും ഇന്ന് വളരെ അനുകൂലമായൊരു ദിവസമാണ്. ഇന്ന് പ്രവൃത്തിയിലേക്കൊന്നും ആരും ഇറങ്ങിയിട്ടുണ്ടാവില്ല. ഇത് ഓണത്തിൻ്റെ അവധിക്കാലമാണ്. എല്ലായിടത്തും ഓണാഘോഷങ്ങളൊക്കെ നടക്കുന്ന ദിവസമാണ്. ഒരു സന്തോഷത്തിൻ്റെ തിരമാല, ഒരു പോസിറ്റീവ് വൈബ്രേഷൻ. നിങ്ങൾക്കറിയാമല്ലോ, നമ്മുടെ ഈ ഓണത്തിൻ്റെ പോസിറ്റീവ് തരംഗം എല്ലായിടത്തും അലയടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് അത്തരത്തിലൊരു സന്തോഷമുള്ള ദിവസമായിരിക്കും ഇന്ന്. അടുത്തതായി നമുക്ക് ഇടവക്കൂറുകാരുടെ ഫലം നോക്കാം. ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് കാർത്തിക, മുക്കാല്, രോഹിണി, മകയിരത്തര. ഈ നക്ഷത്രക്കാർക്ക് അല്ലെങ്കിൽ ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമാണ്. പ്രത്യേകിച്ച് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുന്ന ദിവസമല്ല. ഇന്ന് കുറച്ച് പുതിയ ആളുകളെ പരിചയപ്പെടാൻ സാധ്യതയുണ്ട്. അവരുമായിട്ടുള്ള സംഗമം മൂലം അവരിലൂടെ ഒരുപാട് ഐഡിയാസ്, ആശയങ്ങൾ വരാനും ഉയർച്ചയ്ക്കുള്ള സാധ്യത തെളിയാനുമൊക്കെ സാധ്യതയുണ്ട്. എല്ലാ വിധത്തിലുള്ള ചർച്ചകളും ഇന്ന് വിജയിക്കുന്ന ദിവസമാണ്. യാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്ക് അനുകൂലമായ ദിവസമാണ്. വിദേശയാത്രയ്ക്ക് ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ ദിവസമാണ്. ജലത്തിലൂടെ യാത്ര ചെയ്യുന്നവർക്ക് അത്ര സുഖകരമായൊരു ദിവസമായിരിക്കുകയില്ല എന്ന്. മാനസികമായി വിഷമം അനുഭവിക്കുന്നവർക്ക് അതിൻ്റെ ഒരു ആശ്വാസം കിട്ടുന്ന ഒരു ദിവസമായിരിക്കും. എല്ലാ വിഭാഗക്കാർക്കും എല്ലാ തൊഴിലേർപ്പെട്ടിരിക്കുന്നവർക്കും ഇന്ന് ശാന്തതയുടെ ദിവസമായിരിക്കും. സ്ഥലം മാറുന്നവർക്ക്, ഗ്രഹം മാറുന്നവർക്ക് ഒക്കെ ഇന്നത്തെ ദിവസം സന്തോഷകരമായൊരു ദിവസമായിരിക്കും. അടുത്തതായി നമുക്ക് മിഥുനക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മകയിരത്തര, തിരുവാതിര, പുണർദമുക്കാല്. ഈ നക്ഷത്രക്കാർക്ക് അല്ലെങ്കിൽ ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം നല്ല സന്തോഷമുള്ള ഒരു ദിവസമായിരിക്കും. എന്നാൽ ബന്ധുക്കളുടെ ഇടയിലെല്ലാം നല്ല ഇടപഴകി ഒരുപാട് സന്തോഷമൊക്കെ അനുഭവിച്ചതിന് ശേഷം അവരെയൊക്കെ വിട്ടുപിരിയുന്നതിനുള്ള ചില പ്രയാസങ്ങളൊക്കെ അനുഭവപ്പെട്ടേക്കാം. ചില ബന്ധുക്കളുമായി ചില കലഹത്തിനൊക്കെ സാധ്യത ഉള്ളതുകൊണ്ട് കലഹം വരുന്ന വഴിയിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക. എപ്പോഴും കലഹത്തിൽ നമ്മൾ ഭാഗഭാക്കായാൽ നമ്മൾ തന്നെ മനപ്രയാസം അനുഭവിക്കേണ്ടതായിട്ട് വരും. ക്ഷമിക്കാനും സഹിക്കാനുമൊക്കെ നല്ല രീതിയിൽ പഠിക്കേണ്ട ഒരു ദിവസമാണ് ഇന്ന്. ക്ഷമ കൈവിടാതെ മുമ്പോട്ട് പോവുക. ശാരീരികമായ ക്ലേശങ്ങൾ അനുഭവിക്കുന്നവർക്ക് ആശ്വാസം കിട്ടുന്ന ഒരു ദിവസമായിരിക്കും. ദീർഘയാത്രയ്ക്ക് പോകുന്നവർക്കും ശാരീരിക ക്ലേശങ്ങൾ കൊണ്ട് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുന്നതായി കാണുന്നില്ല. സന്താനങ്ങളെക്കുറിച്ചും മറ്റെല്ലാ കാര്യങ്ങളെക്കുറിച്ചും സാമ്പത്തികമായ കാര്യങ്ങളെക്കുറിച്ചുമൊക്കെ
ഒരു സമാധാനമുള്ളൊരു ദിവസമായിരിക്കും. പാഴ്ചെലവുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിലും ഒന്ന് കൺട്രോൾ ചെയ്താൽ അത് ഒഴിവാക്കാവുന്നതാണ്. അടുത്തതായി കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ നോക്കാം. കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് പുണർദം, കാല്, പൂയം, ആയില്യം. ഈ കൂറുകാരുടെ ഇന്നത്തെ ഫലമാണ് നമ്മൾ പരിശോധിക്കുന്നത്. ഇന്ന് ഈ നക്ഷത്രക്കാർക്ക് സന്തോഷകരമായ ഒരുപാട് അനുഭവങ്ങൾ വന്നു ചേരാൻ സാധ്യതയുണ്ട്. അതേപോലെ കായിക വിനോദങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കൊക്കെ വളരെ ആശ്വാസവും സന്തോഷവും അല്ലെങ്കിൽ മുകളിൽ നിന്ന് അംഗീകാരങ്ങളും ഒക്കെ കിട്ടുകയും പുതിയ പുതിയ വലിയ അവസരങ്ങൾ ലഭിക്കുകയൊക്കെ ചെയ്യുന്ന ദിവസമാണ്. കെട്ടിട നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അനുകൂലമായൊരു ദിവസമായിരിക്കും. സാമ്പത്തിക കാര്യങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അതിൽ നിന്നൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ കുറയാനും സഹായഹസ്തങ്ങൾ നിങ്ങളെ തേടി വരുന്നതുമായി കാണുന്നു. സന്താനങ്ങളെക്കുറിച്ചുള്ള പ്രയാസങ്ങൾക്കൊന്നും ഇട കാണുന്നില്ല. അതേപോലെ ആരോഗ്യകാര്യങ്ങളിലും താരതമ്യേന ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമായിരിക്കും ഇന്ന്. അടുത്തതായി നമുക്ക് ചിങ്ങക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മകം, പൂരം, ഉത്രം, കാല്. ഈ നക്ഷത്രക്കാർക്ക് അല്ലെങ്കിൽ ഈ രാശിക്കാർക്ക് വളരെ സന്തോഷമുള്ളൊരു ദിവസമായിരിക്കും. ദൂരയാത്രകളെല്ലാം ചെയ്ത് ഒരുപാട് അനുഭവങ്ങൾ പങ്കിട്ട് തിരിച്ചു വരുന്ന ഒരു ദിവസമാണ്. വിദേശത്ത് ജീവിക്കുന്ന ആളുകൾക്ക് നാട്ടിൽ വരാനും ബന്ധുമിത്രാദികളെ കാണാനുമൊക്കെ സാധ്യതയുള്ളൊരു ദിവസമായിരിക്കും ഇന്ന്. ആരോഗ്യപരമായ ചില പ്രശ്നങ്ങൾ അലട്ടുമെങ്കിലും അതിനെയെല്ലാം അതിജീവിക്കാനായിട്ട് ഉച്ചയ്ക്ക് ശേഷം സാധിക്കുന്നതാണ്. അതേപോലെ സാമ്പത്തികമായി ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെല്ലാം ഒരുവിധം പരിഹരിക്കപ്പെടുന്നതാണ്. വരുമാനവും ചിലവും ഒരുപോലെ ഉള്ള ഒരു ദിവസമായിരിക്കും ഇന്ന്. അതേപോലെ വിദ്യാർത്ഥികൾക്ക്, അധ്യാപകർക്ക് അല്ലെ ആ തലത്തിലുള്ളവർക്കൊന്നും അത്ര ഗുണകരമായൊരു ദിവസമല്ല ഇന്ന്. ഔദ്യോഗികമായി പ്രവർത്തിക്കുന്നവർക്ക് അല്ലെങ്കിൽ യൂണിഫോം ഇട്ട ജോലി ചെയ്യുന്നവർക്കൊക്കെ അനുകൂലമായൊരു ദിവസമായിരിക്കും ഇന്ന്. കലാകായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ഗുണകരമായൊരു ദിവസമായി കാണുന്നു. അടുത്തായി നമുക്ക് കന്നിക്കൂറിലെ നക്ഷത്രങ്ങൾ നോക്കാം. കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഉത്തരമുക്കാല്, അത്തം, ചിത്തിരാര. ഈ കൂറുകാർക്ക് എങ്ങനെയുണ്ട് ഇന്നത്തെ ദിവസമെന്ന് പരിശോധിക്കാം. കന്നിക്കൂറുകാർക്ക് താരതമ്യേന ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമായിരിക്കും. എന്നാൽ വീഴ്ച, ഒടിവ്, ചതവ്, മുറിവിനൊക്കെ സാധ്യതയുള്ളതുകൊണ്ട് അത്തരത്തിലുള്ള സാഹസിക പ്രവർത്തനങ്ങൾ ഒക്കെ ഒഴിവാക്കുകയും അതേപോലെ വളരെ ശ്രദ്ധയോടുകൂടി മുമ്പോട്ട് പോവുകയും ചെയ്യുക. ഈശ്വര പ്രാർത്ഥനയാണ് എല്ലാത്തിനും പരിഹാരം. ഈശ്വര പ്രാർത്ഥനയിലൂടെ നിങ്ങൾക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും വന്നു ചേരുന്നതാണ്. അതേപോലെ നമുക്ക് എല്ലാ തലത്തിലും പ്രവർത്തിക്കുന്ന ആളുകൾക്കും വളരെ അനുകൂലമായിരിക്കും. എന്നാൽ കായികമായി ജോലി ചെയ്യുന്നവർക്ക് അത്ര അനുകൂലമായ ഒരു ദിവസമല്ല ഇന്ന്. സാമ്പത്തികമായിട്ട് നല്ല ഞെരുക്കം അനുഭവപ്പെടുന്ന ഒരു ദിവസമായിരിക്കും. ചിലർക്ക് ജോലി നഷ്ടപ്പെടാൻ വരെയുള്ള സാധ്യത കാണുന്നു. പ്രതീക്ഷകൾ മങ്ങുന്നതായി കാണാം. എന്നാൽ അത് ഇന്നത്തെ മാത്രം ഫലമാണ്. അടുത്ത ദിവസം അതെല്ലാം പരിഹരിക്കപ്പെടുന്നതാണ്. അടുത്തതായി നമുക്ക് തുലാക്കൂറിൻ്റെ ഇന്നത്തെ ഫലം പരിശോധിക്കാം. തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ചിത്തിരാര, ചോതി, വിശാഖം, മുക്കാല്. ഈ കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമായിരിക്കും ഇന്ന്. ഗുണാധിക്യമാണ് കാണുന്നത്. എന്നാൽ തസ്കര ഭയം ഉണ്ടാകുമെന്നതിനാൽ വളരെ ശ്രദ്ധയോടുകൂടി മുൻപോട്ട് പോകേണ്ടതാണ്. വളരെ കാര്യമാത്ര പ്രസക്തമായ കാര്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ശുഭകരമായ ഒരു ദിവസം കൈവരുന്നതാണ്. അതേപോലെ മടി സ്ഥിരമായുള്ളവർക്ക് മടി മൂലം കുറച്ച് ധനനഷ്ടമോ ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. തൊഴിൽ നഷ്ടപ്പെടാനും സാധ്യതയുണ്ട് ഇന്നത്തെ ഫലമനുസരിച്ച്. എന്നാൽ അടുത്ത ദിവസം അത് പരിഹരിക്കപ്പെടുന്നതുമാണ്. സാമ്പത്തികമായി ചില പ്രശ്നങ്ങൾ അലട്ടിയേക്കാം. സാമ്പത്തികമായി ഞെരുക്കം അനുഭവപ്പെട്ടേക്കാം. സന്താനങ്ങളെ കൊണ്ട് ചില മനക്ലേശങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എങ്കിലും ആകുമ്പോൾ അതെല്ലാം നമുക്ക് ആശ്വാസകരമായി തീരുന്നു. കുട്ടികളുടെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെടുകയും മനസ്സിന് സന്തോഷം തരികയും ചെയ്യുന്നു. കുടുംബാംഗങ്ങളുമായി ചില കലഹങ്ങൾക്ക് സാധ്യതയുണ്ട്. അത് മനസ്സ് അപ്സെറ്റായിരിക്കുന്നതുകൊണ്ട് അല്ലെ കീഴ്മേൽ മറിഞ്ഞിരിക്കുന്നതുകൊണ്ടാണ്. മാനസിക സംയമനം പാലിക്കുക. എവിടെയെങ്കിലും സ്വസ്ഥമായി കുറച്ച് നേരം ഇരുന്ന് മനസ്സിനെ അടക്കുക. എല്ലാം നല്ലതിന് എന്ന് മനസ്സിനെ പഠിപ്പിക്കുക. അടുത്ത നിമിഷം നല്ലത് വരുമെന്ന് സമാശ്വസിക്കുക. അതൊഴികെ വേറെ വലിയ അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടാകുന്നതായി കാണുന്നില്ല. അടുത്ത ദിവസം വളരെ നല്ല സന്തോഷമായിട്ട് വരാനായി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ദിവസം കഴിച്ചുകൂട്ടാം. എന്നാൽ രാത്രികാലങ്ങളിൽ ആശ്വാസകരമായ ഉറക്കവും
സമാധാനപരമായ വാക്കുകളും ലഭിക്കുന്നതാണ്. എല്ലാ നന്മകളും നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശ്വര പ്രാർത്ഥന അനിവാര്യമാണ്. അടുത്തതായി നമുക്ക് വൃശ്ചികക്കൂറുകാരുടെ ഇന്നത്തെ ഫലം പരിശോധിക്കാം. വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് വിശാഖം, കാല്, അനിഴം, തൃക്കേട്ട. ഈ നക്ഷത്രക്കാർക്ക് ഇന്ന് ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമായിരിക്കും. വൈകുന്നേരം വരെ ചില മാനസിക പ്രശ്നങ്ങളും സംഘർഷങ്ങളും അലട്ടിയേക്കാം. തൊഴിലാളികളുമായിട്ട് ചില തർക്കങ്ങളും വഴക്കുകളും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കൺസ്ട്രക്ഷൻ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവർക്ക് വളരെയധികം മനക്ലേശങ്ങളും, മോഷണം അല്ലെങ്കിൽ നമ്മുടെ മെറ്റീരിയലെല്ലാം നഷ്ടപ്പെട്ട് അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ എടുത്തുകൊണ്ട് പോയി മോഷണം ചെയ്യപ്പെട്ട് വളരെയധികം മനക്ലേശം അനുഭവിക്കാൻ സാധ്യത കാണുന്നു. അക്കാര്യത്തിലൊന്ന് ശ്രദ്ധിക്കുക. അതേപോലെ ചില ഭാഗങ്ങൾ, കെട്ടിടങ്ങളുടെ ഭാഗങ്ങൾ ഇടിഞ്ഞു വീഴാനോ മരം മറിഞ്ഞ് വീണ് ആപത്തുകൾ വരാനോ ഒക്കെ സാധ്യത കാണുന്നു. അത് വളരെയധികം ശ്രദ്ധിക്കുക. അതുകൂടാതെ സന്താനങ്ങൾക്ക് വിദേശത്ത് പോകാനുള്ള അവസരങ്ങളൊക്കെ ഒന്ന് മന്ദിക്കുന്നതായി കാണാം. ചില തടസ്സങ്ങൾ നേരിടുന്നതായി കാണാം. സാമ്പത്തികമായി ഒരു വലിയ തുക റേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക് അതിനും തടസ്സമായി കാണുന്നു. ആരോഗ്യപരമായ കാര്യങ്ങൾ വലിയ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. കുടുംബാന്തരീക്ഷം ശാന്തമായിരിക്കും. കുടുംബത്തിൽ നിന്ന് സപ്പോർട്ട് അല്ലെങ്കിൽ താങ്ങ് ലഭിക്കുന്ന ഒരു ദിവസമായിരിക്കും. സുഹൃത്തുക്കൾ സഹായത്തിനെത്തുന്നതാണ്. അങ്ങനെ ഇന്നത്തെ ദിവസം വളരെ ആശ്വാസകരമായ പ്രതീക്ഷകളുമായി കടന്നു പോകുന്നതാണ്. അടുത്തതായി നമുക്ക് ധനുക്കൂറുകാരുടെ ഫലം നോക്കാം. ധനുക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മൂലം, പൂരാടം, ഉത്രാടം, കാല്. ഈ നക്ഷത്രക്കാർക്ക് അല്ലെങ്കിൽ ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം വളരെ സന്തോഷകരമായൊരു ദിവസമായിരിക്കും. പ്രവർത്തികളിലെല്ലാം ഏർപ്പെടാനായിട്ടുള്ള സാധ്യത കാണുന്നു. വിദേശത്തു നിന്നുള്ള ധനം വരവ് ലഭിക്കുന്നതാണ്. വിദേശത്തിരിക്കുന്നവരുമായി സമ്പർക്കത്തിൽ ഏർപ്പെടുകയും അവരുടെ സന്തോഷകരമായ ഇടപെടൽ മൂലം ധനം വന്നു ചേരാനും ഒക്കെ സാധ്യത കാണുന്നു. കുട്ടികൾക്ക് വിദേശത്തേക്ക് പോകാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക്, കുട്ടികളെ വിടാൻ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും അനുകൂലമായ മറുപടി ലഭിക്കാവുന്നതാണ്. എന്നാൽ മിഡിൽ ഈസ്റ്റിൽ പോകാൻ ആഗ്രഹിക്കുന്ന അല്ലെ അവിടെ ജോലി ചെയ്യുന്നവർക്ക് കുറച്ച് പ്രയാസങ്ങൾ അനുഭവപ്പെട്ടേക്കാം. ശാരീരികമായ ചില ക്ലേശങ്ങൾ തീർച്ചയായും ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ്. അനിവാര്യമായ ചികിത്സ അതിനുവേണ്ടി ചെയ്യേണ്ടതാണ്. ദൂരയാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്ക് തരക്കേടില്ലാത്തൊരു മറുപടി ലഭിക്കുന്നതാണ്. അതേപോലെ തന്നെ മാതാപിതാക്കൾക്ക് ശാരീരിക ക്ലേശങ്ങളോ ആലസ്യങ്ങളോ ഒക്കെ ഉണ്ടായി അത് കൊണ്ട് മനസ്സ് മുറിവേൽക്കുന്നതാണ്. അറ്റാച്ച്മെൻറ്റ് കൂടിയ ഒരു രാശിയാണ് ധനുരാശി. എന്നാൽ അവരെപ്പോഴും സംഘർഷത്തിലായിരിക്കും. അവർക്ക് സ്വന്തക്കാരോടും സുഹൃത്തുക്കളോടും അതേപോലെ പരിചയമുള്ള എല്ലാവരോടും പെട്ടെന്ന് അടുക്കുന്ന പ്രകൃതമായിരിക്കും. ഒരുപാട് അറ്റാച്ച്മെൻറ്റ് ഉള്ളവരായിരിക്കും. ആർക്കും ഒരുപാട് അറ്റാച്ച്മെൻറ്റ് പാടില്ല. കാരണം അറ്റാച്ച്മെൻറ്റ് നമ്മളെ മാനസികമായി തളർത്തിക്കളയും. ഈ ഭൂമിയിൽ ഒന്നും ശാശ്വതമല്ല. അതുകൊണ്ട് അതിനെ കൺട്രോൾ ചെയ്യാൻ പഠിക്കുക. അടുത്തതായി മകരക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഉത്രാടം, മുക്കാല്, തിരുവോണം, അവിട്ടത്തര. മകരക്കൂറുകാർക്ക് ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ചില അനുമോദനങ്ങളോ അവാർഡുകളോ ഒക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. കുറച്ച് നാളായി അനുഭവപ്പെട്ടിരുന്ന സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് ഇന്നൊരു പരിഹാരം കണ്ടെത്താൻ സാധ്യതയുണ്ട്. അകന്നുപോയ സുഹൃത്തുക്കളുമായിട്ട് വീണ്ടും അടുക്കാനുള്ള അവസരം വന്നു ചേരുന്നതാണ്. എങ്കിലും ശ്രദ്ധിക്കുക, അകന്നവൻ അടുക്കുമ്പോഴും അടുക്കുന്നവൻ അകലുമ്പോഴും വളരെ ശ്രദ്ധിക്കണം. അതുകൊണ്ട് അത്തരത്തിലുള്ള കൂട്ടുകെട്ടുകളിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടാകുമോ എന്ന ആശങ്കയോടുകൂടി തന്നെ വേണം കൂടുതൽ അടുക്കാനായിട്ട്. അതുപോലെ ഇന്നത്തെ സാമ്പത്തിക നില തരക്കേടില്ലാത്തതാണ്. കുറച്ച് ചിലവുകളൊക്കെ ഉണ്ടെങ്കിലും മാനേജ് ചെയ്ത് പോകാനായിട്ട് സാധിക്കും. അതുപോലെ ദൂരയാത്രയ്ക്കോ അല്ലെങ്കിൽ വിനോദയാത്രകൾക്കോ ഒക്കെ ഒരുങ്ങുന്നവർക്ക് ചില തടസ്സങ്ങൾ നേരിടുമെങ്കിലും ദിവസത്തിൻ്റെ അവസാനത്തോടുകൂടി ആ തടസ്സങ്ങളെല്ലാം മാറിക്കിട്ടാവുന്നതാണ്. വാഹനങ്ങൾക്ക് റിപ്പയർ വരാനായിട്ട് സാധ്യതയുണ്ട്. അടുത്തതായി നമുക്ക് കുംഭക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് അവിട്ടത്തര, ചതയം, പൂരുരുട്ടാതി, മുക്കാല്. ഈ കൂറുകാർക്ക് ഇന്ന് വളരെ ആഹ്ലാദപ്രദമായൊരു ദിവസമായിരിക്കും. അംഗീകാരങ്ങൾ ലഭിക്കുന്ന ദിവസമായിരിക്കും. വളരെ അധ്വാനിച്ചതിൻ്റെ പരിണതഫലമായി മേലധികാരികളിൽ നിന്ന് വളരെ പ്രശംസയും
മറ്റും ലഭിക്കുന്ന ദിവസമായിരിക്കും. അതേപോലെ കച്ചവടത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക്, ഷെയർ മാർക്കറ്റിൽ ഏർപ്പെട്ടിരിക്കുന്നത്, എണ്ണ, ലിക്വിഡ് ഒക്കെ ആയിട്ടുള്ള പ്രവൃത്തികളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് വളരെ അനുകൂലമായൊരു ദിവസമായി കാണുന്നു. അതേപോലെ ജീവിതത്തിൽ പൂർത്തിയാകാത്ത ആഗ്രഹങ്ങളൊക്കെ പൂർത്തിയാകാനുള്ള ദിവസമാണ്. വിവാഹാദി കാര്യങ്ങൾക്ക് തീരുമാനമുണ്ടാകുന്ന ദിവസമാണ്. അതുപോലെ തന്നെ തൊഴിലിൽ അഭിവൃദ്ധി ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. കെട്ടിട നിർമ്മാണത്തിനോ അതിൻ്റെ പുനരുദ്ധീകരണത്തിനോ ഒക്കെ ഒരുങ്ങുന്നവർക്ക് വളരെ അനുകൂലമായ ഒരു സാഹചര്യം തെളിഞ്ഞു വരുന്നതാണ്. അടുത്തതായി നമുക്ക് മീനക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മീനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് പൂരിട്ടാതികാല, ഉത്രട്ടാതി, രേവതി. ഈ കൂറുകാർക്കും ഈ നക്ഷത്രക്കാർക്കും വളരെ ആശ്വാസകരമായൊരു ദിവസമായിരിക്കും ഇന്ന്. ഉദ്ദേശിച്ച പല കാര്യങ്ങളും അനായാസേന നടക്കുന്നതായിട്ട് കാണാം. സഹായഹസ്തങ്ങൾ തേടി വരുന്നതാണ്. വളരെ സന്തോഷത്തോടു കൂടി തന്നെ കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നതാണ്. എന്നാൽ സന്താനങ്ങൾക്ക് ദുരിതങ്ങൾ കാണുന്നു. സന്താനങ്ങൾക്ക് വീഴ്ച, ഒടിവ്, ചതവ്, മുറിവ് ഒക്കെ ഉണ്ടായിട്ട് ആശുപത്രി സന്ദർശനത്തിനുമൊക്കെ സാധ്യതയുണ്ട്. സാരമായ മുറിവുകൾ ഉണ്ടാകുകയില്ലെങ്കിലും മനസ്സൊന്ന് കലങ്ങാൻ സാധ്യതയുണ്ട്. കൂടെ താമസിക്കുന്ന ബന്ധുക്കൾക്കോ അല്ലെങ്കിൽ പങ്കാളിക്കോ ഒക്കെ ചില ശാരീരിക ക്ലേശങ്ങൾ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. എന്നാൽ പരിഹരിക്കാവുന്ന പ്രശ്നങ്ങളാണ് കാണുന്നത്. സാമ്പത്തികമായി ഉണ്ടെന്ന ആശങ്ക തീരുന്നത് കൊണ്ട് മനസ്സിനൊരു സമാധാനം ലഭിക്കുന്നതാണ്. ജോലിഭാരം കൂടുതലാണ്. ഈ രാശിക്കാർക്ക് പ്രത്യേകിച്ച് എപ്പോഴും ജോലിഭാരം കൂടുതലായിരിക്കും. മാനസിക പിരിമുറുക്കവും കൂടുതലായിരിക്കും. അതുകൊണ്ട് ഈ രാശിക്കാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ആചാരപൂർവമുള്ള നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമായ യോഗയിൽ ഏർപ്പെടുക, മെഡിറ്റേഷനിൽ ഏർപ്പെടുക, ഒറ്റയ്ക്കിരിക്കുക, ധാരാളം വെള്ളം കുടിക്കുക, ശാന്തമായ സ്ഥലങ്ങളിൽ സഞ്ചരിക്കുക ഒക്കെ ഇടയ്ക്കിടയ്ക്ക് ആവശ്യമാണ്. മനസ്സിനെ ഒന്ന് സാന്ത്വനിപ്പിക്കാനാണ്. മനസ്സ് കൈവിട്ടു പോയാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ടെൻഷൻ അടിക്കുമ്പോൾ നിങ്ങൾ ആലോചിക്കണം, എന്തിനാണ് ഞാൻ ഈ ടെൻഷൻ അടിക്കുന്നത്? എന്തായാലും വരാനുള്ളത് വരും, അവിടെ വെച്ച് കാണാം എന്നും മനസ്സിനെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ പഠിപ്പിച്ചിട്ട് വേണം അന്നത്തെ ദിവസം തുടങ്ങാൻ. ഈശ്വര അനുഗ്രഹം ഉണ്ടാകട്ടെ. ഈശ്വരാധീനം എല്ലാ രാശിക്കാർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശ്വര പ്രാർത്ഥനയിലൂടെയും ആത്മനിയന്ത്രണത്തിലൂടെയും മുന്നോട്ട് പോയാൽ ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായിട്ട് കാണുന്നു. ഇന്നത്തെ രാശിഫലം ഇവിടെ അവസാനിക്കുകയാണ്. നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നമസ്കാരം പറയുന്നു.